ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ആണ്. ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അതിൽ മുഗൾ കിങ്ഡം കൊടുത്താണ്ടല്ലോ സുബ, സാഗർ, പർഗാന, ഗാമ. ആ പിരമിഡ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ റൈറ്റ് എ നോട്ട് ഓൺ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചർ പോയിൻ്റായിട്ട് അടയാളപ്പെടുത്തിയത് പോയിൻ്റായിട്ട് എഴുതുക കേട്ടോ. 1, 2, 3, 4 പോയിൻ്റ് ഉണ്ടാവും കേട്ടോ. അത് എഴുതുക. പിന്നെ അടുത്തത് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. അപ്പോൾ സോഷ്യോ ഇക്കണോമിക്സിൻ്റെ റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരിയഡ് ചോദിക്കുകയാണെങ്കിൽ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് മുഗൾ പീരിയഡ്. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് സോഷ്യോ വാസ്. അതങ്ങനെ ഓരോ പോയിൻ്റായിട്ട് എഴുതുക കേട്ടോ. അവിടെ നോട്ടിട്ട് ടീച്ചർ വരച്ചത് മുഴുവൻ, ടീച്ചർ ഇവിടെ അടയാളപ്പെടുത്തിയത് മുഴുവൻ ഓരോ പോയിന്റ്, ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്ത് പോയിൻ്റായിട്ട് എഴുതുക കേട്ടോ. എഴുതുക. ആഗ്ര, ഫത്തേപൂർ സിക്രി അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ അഗ്രികൾച്ചർ തൊട്ടിട്ട് പ്രോഗ്രസ് വരെ, റൈസ് തൊട്ടിട്ട് ടൈം ദാറ്റ് ഇന്ത്യൻസ് വെറൈറ്റീസ് ഓഫ് റൈസ് അത് വരെ കേട്ടോ. പിന്നെ അബ്ദുൾ ഫസലിൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നോക്കൂ, കണ്ടോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് പാർട്ട് പേജ് 3 പേജിൽ വിച്ച് വാസ് ദ ഫോളോയിങ് ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ്, ഗുജറാത്ത്. പിന്നെ ടീച്ചർ അത് അടയാളപ്പെടുത്തിയതൊക്കെ എന്താണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആട്ടോ. അതൊക്കെ നോക്കി എഴുതാം. ഇനി അടുത്തത് വരുന്നത് ഹൂ ട്രാൻസ്ലേറ്റ് ദ മഹാഭാരത ടു ദ പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. കണ്ടോ? ആരാണ് അവിടെ എഴുതിയത്? കണ്ടോ? അടുത്തത് give an example for the fusion of architectural style with the Persian style brought here by the Mughals. താജ് മഹലും ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് ദ ന്യൂ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഉറുദു. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ ഞാൻ വേഗം പോകുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമാവും, അതുകൊണ്ടാണ്. ഓക്കെ, വരച്ചത് നോക്കാം കേട്ടോ. വിജയനഗര ആൻഡ് ഹംപി എന്നുള്ള വരച്ചത്. വിജയനഗര റൂൾ ചോദിക്കുകയാണെങ്കിൽ ടീച്ചറത് അവിടെ പോയിൻ്റായിട്ട് വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോയിൻ്റായിട്ട് എഴുതാം കേട്ടോ. അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് in the cities of Vijayanagara from the above map ചോദിച്ചിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ എന്താണ് who was the famous ruler of Vijayanagara kingdom ചോദിച്ചാൽ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ നോട്ട് കമ്പയറിങ് the religious policies of Akbar and കൃഷ്ണദേവരായ. അത് ഓരോ പോയിൻ്റായിട്ട് നോക്കിയത് എഴുതിക്കുക കേട്ടോ. 1, 2, 3, 4, 5 പോയിൻ്റ് ടീച്ചർ തന്നിട്ടുണ്ട്. റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തൊട്ടിട്ട് തുടങ്ങാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.